ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവരും സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന തോരൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ പച്ച ചീര ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടുള്ള തോരനാണ്. സാധാരണയായിട്ട് ഞാനിവിടെ ചുമന്ന കളർ ചീരയായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് പച്ച കളർ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ചീരകളും അതായത് മുരിങ്ങയിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും ചീരയിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ചാട്ടോ വേവിച്ചെടുത്തത്. ഇനി അതിലേക്ക് നടുവിലേക്ക് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണേ. പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ സംഭവം ഞാനിന്ന് മേടിച്ചിട്ട് വന്ന സമയത്ത് ഒരു മുട്ട പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ അതിന് ഇനി നമുക്ക് വെച്ചിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുരിങ്ങയിലൊക്കെ സാധാരണയായിട്ട് ഞങ്ങളിങ്ങനെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മുടെ ചീരയിലും കൂടി ചേർക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ മുട്ട ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മാത്രം അതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മുട്ട കുറച്ച് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തീരെ അങ്ങ് അതറിയാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ മുരിങ്ങയിലേക്ക് മുട്ട ഒഴിച്ച് തോരൻ വെക്കാറുള്ളതാണ്. അതുപോലെ തന്നെയായിട്ട് ഈ പച്ചച്ചീരയിൽ ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു വെറൈറ്റി നല്ല ചൂട് ചോറിനോടൊപ്പം നമുക്ക് ഈ ഒരു ചീരത്തോരനും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് കഴിച്ചതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചീര എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോര റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നവരായിരിക്കും എല്ലാവരും. എന്നാലും കണ്ടിട്ടില്ലാത്തവരും ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.